അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയ്ക്ക് മാനസികമായും ശാരീരികമായും ബിഗ് ബോസ് ഹൗസ് മതിയായിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ബിഗ് ബോസ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിയാൽ മതി എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് സായി കൃഷ്ണ ഇപ്പൊ നിൽക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ കൺഫഷൻ റൂമിലേക്ക് സായി പോകുന്നുണ്ട്. ബിഗ് ബോസ് ആയിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പറയുന്നതും എനിക്ക് അന്ന് വന്ന ആ ഒരു ബാക്ക് പെയിനും കാര്യങ്ങളും ഇപ്പോഴും ശരിക്കും അങ്ങ് മാറിയിട്ടില്ല. എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. സായി ക്വിറ്റ് ചെയ്ത് പുറത്തു പോകണം എന്ന് തന്നെയാണ് സായിയുടെ മനസ്സിൽ. അത് തന്നെ പറയാതെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് അത്തരത്തിലൊന്നും സായി കൃഷ്ണയെ പുറത്തേക്ക് വിടില്ല. അവിടെ നിന്ന് പറയുന്നുണ്ട്, ബിഗ് ബോസ് നിങ്ങളിപ്പോൾ നല്ല രീതിയിലാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകുന്നത്, ഗെയിമും കാര്യങ്ങളും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്, ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അപ്പോൾ സായി പറയുന്നുണ്ട്, എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി വരുന്നുണ്ടെങ്കിലും എനിക്ക് മാനസികമായിട്ട് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സായി സംസാരിക്കുന്നത്. ഇനി ടാസ്കും കാര്യങ്ങളൊക്കെ, അല്ല ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളൊക്കെ ഇനി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുന്ന സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനും കൂടി ഞാനൊരു ബുദ്ധിമുട്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എൻ്റെ ടീമിൽ ഞാൻ മര്യാദക്ക് ടാസ്കുകൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ മറ്റുള്ള സഹതാരങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എനിക്കിവിടെ മാനസികമായിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് സായി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് സായിയോടെ പിടിച്ച് നിർത്താനായിട്ട്. കാരണം അങ്ങനെയൊന്നും പുറത്തേക്ക് വിടാൻ സാധിക്കില്ല. ബിഗ് ബോസിന് പല ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും സായി കൃഷ്ണ നല്ല രീതിയിൽ തന്നെ പുറത്തു പോകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് മടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ മനസ്സുകൊണ്ട് മടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല. സായി കൃഷ്ണ വന്ന സമയത്ത് ഒരുപാടധികം പ്രതീക്ഷകൾ തന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല സായി. ഇപ്പോൾ ബിഗ് ബോസിന്റെ കോണ്ടന്റുകളൊക്കെ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്ന സീക്രട്ട് ഏജന്റിനെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ കാറിൻ്റെ ഉള്ളിൽ മാത്രം ഉള്ളതാണെന്ന് സായി തന്നെ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് സത്യത്തിൽ അത് തന്നെയാണ് സംഭവം. കാറിൻ്റെ ഉള്ളിൽ മാത്രമാണ് സായി അത്രയും ഇന്നോവേറ്റീവ് ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ സായി വൻ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഗെയിമും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് ലെവലിലേക്ക് അത് ഉയർന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്താണെന്നവരെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. താങ്ക് യു.